ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ? എല്ലാവർക്കും സ്വാഗതം. കേക്ക് ഉണ്ടാക്കാനായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ, 3/4 കപ്പ് പാല്, 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. കേക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതാവണം. അതുപോലെ തന്നെ എടുക്കുന്ന അളവുകളും കറക്റ്റായിരിക്കണം. സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെഷറിംഗ് കപ്പുകളിൽ തന്നെയാണ് എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് ചേർക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1/3 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കണം. ഇനി ഇത് വീണ്ടും നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓവറായിട്ട് മിക്സ് ചെയ്യാനും പാടില്ല. നമ്മൾ ഓവറായിട്ട് അത് വേഗം ബാറ്റർ തയ്യാറാവാൻ വേണ്ടി മിക്സ് ചെയ്യുമ്പോൾ കേക്ക് പൊന്തി വരില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാവധാനം തന്നെ കേക്ക് ബാറ്റർ ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇനി അതൊരു ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ബേക്കിംഗ് ട്രേയിൽ ഒന്നില്ലെങ്കിൽ ബട്ടർ പേപ്പർ വയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഇതിൽ മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തത്. അതിപ്പോൾ നമ്മുടെ അടുത്തുള്ള ഓവൻ അനുസരിച്ച് ഇതിൻ്റെ സമയമൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഓവൻ ഇല്ലെങ്കിൽ കുക്കറിൽ ബേക്ക് ചെയ്തെടുത്താലും മതി. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്ക് മുറിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ബേസായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.